ഹായ് ഹലോ മക്കളെ, 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് അടിപൊളിയായി പഠിച്ചാലോ. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ എന്നല്ലേ. നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉപകരണവും പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി അത്യാവശ്യമാണ്. ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത മനസ്സിലാക്കുന്നൊരു ചിത്രീകരണമാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഗ്രാൻഡ്പ ഒരു കുട്ടിയോട് പറയുന്നുണ്ട്, ദ പവർ ഈസ് ഓഫ്, ക്യാൻ സീ എനിത്തിങ്. കറണ്ട് പോയതുകൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടി ഗ്രാൻഡ്പയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദർ ഈസ് എൻ എമർജൻസി ലാമ്പ്, ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ഗ്രാൻഡ്പ. അവിടെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ട്, അത് ഓണാക്കി വെച്ചാൽ മതിയല്ലോ എന്നാണ്. നമുക്കറിയാം ഈ പാഠം ഒരുപാട് ലോങ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക്സ് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്യാം. മക്കളെ, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് കറണ്ട് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ. കാൻഡിൽസ് ആർ യൂസ്ഡ്, എമർജൻസി, ഇൻവേർട്ടർ, കെറോസിൻ. അപ്പോൾ എഴുതുന്ന സമയത്ത് എക്സാമിന് എഴുതുമ്പോൾ മക്കൾ എമർജൻസി ക്യാൻ ബി യൂസ്ഡ്, ഇൻവേർട്ടർ ക്യാൻ ബി യൂസ്ഡ്, കെറോസിൻ ക്യാൻ ബി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേണം മക്കൾ എഴുതാൻ വേണ്ടിയിട്ട്. കെറോസിൻ, മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണല്ലേ. മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് എമർജൻസി ലാമ്പ്? ആൻ എമർജൻസി ലാമ്പ് ഈസ് എ സിസ്റ്റം യൂസ്ഡ് ഇൻ കേസ് ഓഫ് പവർ ഫെയിലിയർ. വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വൈദ്യുതി തരുന്ന ഒരു ഉപകരണമാണ്. മക്കളെ, ഇവിടെ 2 കുട്ടികളുണ്ടല്ലേ. 2 കുട്ടികളും 2 ചിന്താഗതിക്കാരാണല്ലേ. മേക്ക് ആൻ എമർജൻസി ലാമ്പ്. വാട്ട് എ ഗുഡ് ഐഡിയ. എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയാലോ, നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് ഒരു കുട്ടി ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു കുട്ടി ചിന്തിക്കുന്നതോ, വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്. ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ്? മക്കളെ, ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ്? ബാറ്ററി, വയർ, LED, സ്വിച്ച്, ഫ്രെയിം. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചട്ടക്കൂട്, അതിൻ്റെ ആ ഷേപ്പിനെയാണ് മക്കളെ ഫ്രെയിം എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ആൻഡ് ബാറ്ററീസ് ആണ്. ഹാവ് യു ഹേർഡ് ഓഫ് സെൽ ആൻഡ് ബാറ്ററി? നിങ്ങൾ കേട്ടിട്ടില്ലേ സെല്ലും ബാറ്ററിയും? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ ആൻഡ് ബാറ്ററീസ്? സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? 2 തന്നിരിക്കുന്ന എന്താണ്? സെല്ലാണ്. ഫിഗർ 2 തന്നിരിക്കുന്ന എന്താണ്? ബാറ്ററിയാണ്. സെല്ലെന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ് ആണ്, ഒറ്റയ്ക്ക് കാണുന്നതാണ് സെല്ല്. ഒരു സെല്ലിൻ്റെ കൂടെ മറ്റൊരു സെല്ല് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ബാറ്ററി. അപ്പോൾ ഒരു സെല്ലിൻ്റെ കൂടെ കളക്ഷൻ ഓഫ് സെൽസിനെയാണ് നമ്മൾ ബാറ്ററി. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററിയെ തോന്നില്ലേ? പക്ഷേ ഫിഗർ 1 എന്താണ്? സെല്ലാണ്. ഫിഗർ 2 ബാറ്ററിയാണ്. സെല്ലെന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ് ആണ്. ബാറ്ററി എന്ന് പറഞ്ഞാലോ കളക്ഷൻ ഓഫ് സെൽസ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ബാറ്ററി. ഒന്നിൽ കൂടുതലുള്ളതാണ് ബാറ്ററി. മക്കൾ, ഡിഫറൻസ് നോക്കിയാലോ. സെൽ ഈസ് എ സിംഗിൾ യൂണിറ്റ്, ബാറ്ററി ഈസ് എ കളക്ഷൻ ഓഫ് സെൽ ആയിട്ടായിരിക്കും കാണുക. എന്നാൽ ബാറ്ററിയോ ഈ സെല്ലുകളുടെ ഒരു കൂട്ടത്തെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ദ സെൽ ഈസ് എയ്തർ ഡ്രൈ, വെറ്റ്. ദ ബാറ്ററി ഈസ് എയ്തർ റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ. സെല്ല് ഡ്രൈയും ഉണ്ട്, വെറ്റും ഉണ്ട്. എന്നാൽ ബാറ്ററിയോ നമുക്ക് റീചാർജ് ചെയ്യുന്ന ബാറ്ററി ഉണ്ട്, നോൺ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയും ഉണ്ട്. ദ സെൽ ഈസ് ചീപ്പ്, ദ ബാറ്ററി ഈസ് കോസ്റ്റ്ലി. സെല്ലെന്ന് പറയുന്നത് ചിലവ് കുറവാണ്, എന്നാൽ ബാറ്ററിയോ വളരെ ചിലവേറിയതാണ്. Observe the pictures A, B, C in which the cells are connected in 3 different ways. നിങ്ങൾക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, 3 രീതിയിലുള്ള. അത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? Do all of them represent the right way for making a battery? ഈ ചിത്രീകരിച്ചതിൽ ഏത് ബാറ്ററിയാണ് ശരിയായിട്ടുള്ളത്? Which among them is wrong? ഏതാണ് തെറ്റ്? വിച്ച് വൺ വിൽ ഗിവ് മോർ ഇലക്ട്രിസിറ്റി? ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് ഈ 3 ചിത്രത്തിൽ നിന്ന് ഏതാണ്? ശരിയായിട്ടുള്ളത് ഏതാണ് മക്കളെ? എയും സിയുമാണ്. എയും സിയുമാണ് മക്കളെ ശരിയായിട്ടുള്ളത്. ബി തെറ്റല്ലേ? മക്കളെ, ഒരു ബാറ്ററിക്ക് 2 സൈഡ്സ് ഉണ്ടെന്ന് അറിയാലോ. നിങ്ങൾക്ക് താഴെ 2 ചിത്രങ്ങൾ കാണാമല്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ക്ലോക്കും മൊബൈൽ ഫോണും. 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി. ഈ 2 ഉപകരണങ്ങൾക്കും എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്? ബാറ്ററിയിൽ നിന്നല്ലേ.
അങ്ങനെയെങ്കിൽ ഇതിൽ രണ്ടിലും ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ റീചാർജബിളും നോൺ റീചാർജബിളും ആയിട്ടുള്ള ബാറ്ററി ആണോ യൂസ് ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസസ്? ഈ പറഞ്ഞ ഡിവൈസുകൾ തമ്മിൽ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. രണ്ടിലും ബാറ്ററിയാണ്, പക്ഷേ രണ്ടിലും ഉപയോഗിക്കുന്ന ബാറ്ററി ഒരേപോലെയാണോ? അല്ല. എ സെൽ ഇൻ എ ക്ലോക്ക് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ വെൻ ഇറ്റ്സ് ചാർജ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലാണ്, അതൊരു തവണ ചാർജ് കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല, പുതിയത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മൊബൈൽ ഫോണിലോ വേഴ്സസ് ഡിഫറെൻറ്റ് ഡിവൈസസ് അറ്റ് ഹോം, നമ്മുടെ വീട്ടിൽ ചാർജബിളായിട്ടും റീചാർജബിളായിട്ടും യൂസ് ചെയ്യുന്ന സെൽസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. റീചാർജബിൾ സെൽസ് ഏതൊക്കെയാണ്? ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, എമർജൻസി, ക്യാമറ, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച്. നോൺ റീചാർജബിൾ സെൽസോ? ടോയ്സ്, ക്ലോക്ക്സ്, വാച്ചസ്, അലാറം ക്ലോക്ക്സ്, റിമോട്ട്. ഇത്തരത്തിലുള്ളതൊന്നും എന്താ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അടുത്ത ടോപ്പിക്കാണ് മക്കളെ, ലൈറ്റിംഗ് എ ബൾബ് വിത്ത് എ ബാറ്ററി. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. യൂഷ്വലി വി ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രിക് സെൽസ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ്. വെളിച്ചം ലഭിക്കാൻ വൈദ്യുതി ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് ആർ യൂസ്ഡ് ആൻഡ് യൂസ്ഡ് അഗെയിൻ. ഒരു തവണ ചാർജ് കഴിഞ്ഞാൽ പിന്നീട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ്. വാട്ട് വുഡ് യു ഡു ഇഫ് ദ സെൽ ഇൻ എ ക്ലോക്ക് ഈസ് നോട്ട് വർക്കിംഗ്? ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നമ്മൾ പുതിയൊരു സെല്ല് യൂസ് ചെയ്യും അല്ലേ? വാട്ട് ഇഫ് യുവർ മൊബൈൽ ഫോൺ റൺ ഔട്ട് ഓഫ് ചാർജ്? എന്നാൽ മൊബൈൽ ഫോണിൽ ചാർജ് കഴിഞ്ഞാലോ നമ്മൾ റീചാർജ് ചെയ്യും. എ സെൽ ഇൻ എ ക്ലോക്ക് കനോട്ട് ബി യൂസ്ഡ്. ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം സാധനം കേട്ടോ, അപ്പോൾ വായിക്കണ്ടല്ലോ. താഴെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, യു മേ ബി യൂസിങ് റീചാർജബിൾ. മക്കളെ, ഈ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അണ്ടർലൈൻ ചെയ്തത് മറക്കാതെ നോട്ട് ചെയ്യണേ. ദ ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജരൂപമാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ്. ഇലക്ട്രിസിറ്റി നമുക്ക് മറ്റ് പല രൂപങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. വൈദ്യുതി ഒരു ഊർജ്ജരൂപമാണല്ലോ. മറ്റ് പല ഊർജ്ജരൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജരൂപമാണ് വൈദ്യുതി. ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ, നമ്മുടെ വീട്ടിൽ ഫാൻ ഇല്ലേ? ഫാൻ എങ്ങനെയാണ് കറങ്ങുന്നത്? നമ്മൾ സ്വിച്ച് ഓണാക്കുന്ന സമയത്താണല്ലേ. ആ സ്വിച്ച് വഴി ഇലക്ട്രിസിറ്റി അല്ലേ കടന്നു പോകുന്നത്. പലതരത്തിലുള്ള എനർജീസ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലേ. ഏതൊക്കെ എനർജികളാണ് നിങ്ങൾക്കറിയാം? മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, അങ്ങനെ ഒത്തിരി എനർജി ഉണ്ടല്ലേ. പ്രകാശോർജം, ശബ്ദോർജം, യാന്ത്രികോർജം. ബൾബ് പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? സ്വിച്ച് ഓൺ ആക്കിയിട്ടല്ലേ. ആ സ്വിച്ച് വഴി ഇലക്ട്രിസിറ്റിയാണ് കടത്തിവിടുന്നത്. അപ്പോൾ അവിടെ പ്രകാശോർജമായിട്ട് മാറുകയാണ്, ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. അങ്ങനെ പ്രകാശോർജം, ഇതൊക്കെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഫാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യാന്ത്രികോർജമാണല്ലേ. അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ട സമയത്ത് എന്തായി? ഒരു ഊർജമായി മാറിയല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ അല്ലേ, ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം. എവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്? കാരണങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള ഡിവൈസുകൾക്കൊക്കെ ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എക്സാമിന് ചോദിച്ചാൽ എങ്ങനെ എഴുതാം? സിറ്റി സപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന ഡിവൈസസിലൂടെയാണ്. സെല്ല്, ബാറ്ററി, സ്വിച്ച് ബോർഡ്, സോളാർ പാനൽ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മറ്റ് പല രൂപങ്ങളിലേക്കും ഇലക്ട്രിസിറ്റി മാറ്റാമെന്ന്. ഫോണിലൊക്കെ ബാറ്ററി ആണല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി വഴിയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്. വാട്ട് ഈസ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി? എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ? ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് etc. are the devices that provide electricity. It is referred as a source of electricity. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. മക്കളെ, സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ എക്സാമ്പിൾസ് പറഞ്ഞാലും ഈ 3 എണ്ണം തന്നെ എഴുതി വെക്കണേ. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ഇലക്ട്രിക് സെൽസ്?
എന്താണ് വൈദ്യുത സെൽ? ഇലക്ട്രിക് സെൽ ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക് എനർജി. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെൽ, അതല്ലെങ്കിൽ ഇലക്ട്രിക് സെൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് ആർ ഇൻ യൂസ്. നമുക്കറിയാലോ, പലതരത്തിലുള്ള ബൾബുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ആദ്യകാലങ്ങളിലൊക്കെ ഫിലമെൻറ്റ് ബൾബുകളായിരുന്നു, പിന്നീട് CFLിലേക്ക് മാറി, പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന LED ബൾബിലേക്ക് വരികയായിരുന്നു. മക്കളെ, എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് കൈൻഡ് ഓഫ് ബൾബ്സ് ആർ യൂസ്ഡ് ഇൻ എമർജൻസി ലാംപ്സ്? എമർജൻസി ലാമ്പിൽ ഉപയോഗിക്കുന്ന ബൾബ് ഏതാണ്? LED ബൾബുകളാണ് ഉപയോഗിക്കാറുള്ളത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED? എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? അഡ്വാൻറ്റേജസ് ഓഫ് LED. LED ഹെൽപ്സ് ടു സേവ് എനർജി. LED സേവ് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എനർജി. LED ബൾബ്സ് റിക്വയേഴ്സ് ലെസ് എനർജി ദാൻ CFL. CFLിൽ ഉപയോഗിക്കുന്ന എനർജിയേക്കാൾ വളരെ കുറച്ച് എനർജി മാത്രം മതി. LED ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ഹെൽപ്സ് ടു സേവ് എനർജി കൺസിഡറബിളി. CFL റിക്വയേഴ്സ് ലെസ് എനർജി കമ്പയർഡ് ടു ഫിലമെൻറ്റ് ലാംപ്സ്. ഫിലമെൻറ്റ് ലാമ്പുകളെ വെച്ച് നോക്കുമ്പം CFLന് വളരെ കുറച്ച് എനർജി മാത്രം മതി. CFL വാസ് വൈഡ്ലി യൂസ്ഡ് ടിൽ റീസെൻ്റ്ലി. ആ സമയങ്ങളിലൊക്കെ CFL ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ബട്ട് നൗ ഡേയ്സ് CFL ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ്, CFL ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ്. എന്താണ് അതിൻ്റെ കാരണം? LED വരവാണ്. LED ബൾബ്സ് റിക്വയേഴ്സ് ലെസ് എനർജി ദാൻ CFL. CFL ഉപയോഗിക്കുന്നതിനേക്കാൾ എനർജി കുറവ് മതി LEDക്ക്. മക്കളെ, LEDയുടെയും CFLിൻ്റെയും ഫുൾ ഫോം പഠിക്കണം. പ്രകാശിക്കും. അങ്ങനെ ഒന്നിൽ കൂടുതൽ LED ബൾബുകളെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. Write down the electric sources and electric devices used for this other than the connecting wire. കണക്റ്റിംഗ് വയർ ഒഴികെ ബാക്കിയുള്ള ഇലക്ട്രിക് സോഴ്സും ഇലക്ട്രിക് ഡിവൈസുകളും നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് കണക്റ്റിംഗ് വയർ, LED മൊഡ്യൂൾ, 9 വോൾട്ട് ബാറ്ററി ആൻഡ് കണക്ടറാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ കണക്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ബൾബ് പ്രകാശിക്കും. നമുക്കറിയാം ഇലക്ട്രിക് സോഴ്സും ഇലക്ട്രിക് ഡിവൈസും എന്താണെന്നുള്ളത് അല്ലേ. ഇലക്ട്രിക് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണോ ലഭിക്കുന്നത് അതാണ് ഇലക്ട്രിക് സോഴ്സ്. എന്നാൽ ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സോഴ്സിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് ഒരു ഡിവൈസ് കൂടെയൊക്കെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുക. ആ ഡിവൈസാണ് ഇലക്ട്രിക് ഡിവൈസ്. അപ്പം മക്കളെ, ഇവിടെ ചോദിച്ച ഇലക്ട്രിക് സോഴ്സ് നമ്മൾ ഏത് സോഴ്സ് കൂടിയാണ് കൊടുത്തത്? 9 വോൾട്ട് ബാറ്ററിയാണ് അവിടുത്തെ ഇലക്ട്രിക് സോഴ്സ്. ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ LED മൊഡ്യൂളാണ്. വാട്ട് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട്? വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ടുകൾ. ഇറ്റ് റിക്വയേഴ്സ് അറ്റ്ലീസ്റ്റ് ഇലക്ട്രിക് സോഴ്സ്, കണക്റ്റിംഗ് വയർ ആൻഡ് ആൻ ഇലക്ട്രിക് ഡിവൈസ്. കുറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വൈദ്യുത സർക്യൂട്ട് ഉണ്ടാക്കുന്നതിൽ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് സോഴ്സ് വേണം, കണക്റ്റിംഗ് വയർ വേണം, ഇലക്ട്രിക് ഡിവൈസ് വേണം. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സസ് ടു എ ഡിവൈസ്. ഇതിലും വേണം ഇലക്ട്രിക് സോഴ്സ്, അതായത് വൈദ്യുത സ്രോതസ്സുകൾ, ഇലക്ട്രിക് ഡിവൈസ് വൈദ്യുതോപകരണം, കണക്റ്റിംഗ് വയർ ചാലക കമ്പി. നമ്മൾ സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ 3 സർക്യൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ഈ സർക്യൂട്ടുകൾ ശരിയായ രീതിയിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ സർക്യൂട്ടിലൂടെയൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ ബൾബ് പ്രകാശിക്കുമോ? ഈ 3 ഇലക്ട്രിസിറ്റിയിലും ബൾബ് പ്രകാശിക്കില്ല. കാരണം എന്താ? ഇത് കണക്ട് ചെയ്തിട്ടില്ലല്ലേ. പക്ഷെ 3ലും എന്ത് ചെയ്യില്ല? ബൾബ് പ്രകാശിക്കുന്നില്ലല്ലേ. എന്തുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കാത്തതിൻ്റെ കാരണം? 3ൽ എന്തായിട്ടില്ല? കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലേ. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എന്താ എഴുതുക? ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഈ സർക്യൂട്ടുകൾ മുഴുവനായിട്ടില്ല, അത് തുറന്ന് ഇരിക്കുക. അടഞ്ഞു കിടക്കുന്ന സർക്യൂട്ടുകളിൽ മാത്രമേ വൈദ്യുതി കടത്തിവിടുകയുള്ളൂ. വാട്ട് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്? എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഇഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട്. ഇലക്ട്രിക് ഡിവൈസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു സർക്യൂട്ട് പ്രവർത്തിക്കണമെങ്കിൽ
ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. മക്കളെ, നമുക്കിവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, സർക്യൂട്ട് 1ഉം സർക്യൂട്ട് 2ഉം. ആർ ദ ഫോളോയിങ് സർക്യൂട്ട്സ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ക്ലോസ്ഡ് ഏതാണ്, ഓപ്പൺ ഏതാണ്, തുറന്നത് ഏതാണ്, അടഞ്ഞത് ഏതാണ്? ഒന്നാമത്തെ ചിത്രം എന്താണ് മക്കളെ? ഓപ്പൺ സർക്യൂട്ടാണല്ലേ. അത് പ്രകാശിച്ചോ? പ്രകാശിച്ചില്ല അല്ലേ. രണ്ടാമത്തെ ചിത്രമോ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബൾബ് എന്ത് ചെയ്തു? നന്നായി ക്ലോസ് ചെയ്തു. വി യൂസ് ബൾബ്സ് ആൻഡ് ഫാൻസ് വൈൽ വി ആർ ഇൻ എ റൂം. മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരുമല്ലോ. ദെൻ ആർ ദ സർക്യൂട്ട്സ് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പൺ? അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടത്? നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ സ്വിച്ചിൻ്റെ സഹായത്തോടെയാണല്ലേ നമ്മൾ ക്ലോസും ഓപ്പണൊക്കെ ചെയ്യുന്നത്. അപ്പം പ്രവർത്തിക്കണമെങ്കിൽ ക്ലോസ്ഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഡോണ്ട് യൂസ് സ്വിച്ച് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം. നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? ഹൗ ക്യാൻ വി മേക്ക് സർക്യൂട്ട് ഓപ്പൺസ് ആൻഡ് ക്ലോസ്ഡ് ആസ് റിക്വയർഡ്? ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? സ്വിച്ചിൻ്റെ സഹായത്തോടെയല്ലേ മക്കളെ. നമ്മളിപ്പോൾ പഠിച്ചു, സ്വിച്ചിൻ്റെ സഹായത്തോടെയാണ് ബൾബും ഫാനും ഒക്കെ പ്രവർത്തിക്കുന്നത്. വാട്ട് ഈസ് സ്വിച്ച്? സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. എ സർക്യൂട്ട് ബിക്കംസ് ക്ലോസ്ഡ് വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു. ഇറ്റ് ബിക്കംസ് ഓപ്പൺ വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചു, സർക്യൂട്ട് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ പോലും അത് പ്രവർത്തിക്കുകയില്ല, ക്ലോസ് ചെയ്താൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ സ്വിച്ചിൻ്റെ സഹായത്തോടെ ആവുന്ന സമയത്ത്, നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി എന്താവും, അത് ഓഫ് ആവുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ ഓഫ് ആക്കുമ്പോൾ അതെന്താവും, ഓൺ ആവുകയാണ് ചെയ്യാറുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് നമുക്കറിയില്ലേ, പലതരത്തിലുള്ള സ്വിച്ചുകളുണ്ട്. ഓർഡിനറി സ്വിച്ച്, 2-വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. ഇതിൽ കുറേ സ്വിച്ചുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാമല്ലേ, നമ്മൾ കണ്ടിട്ടും നമ്മൾ തൊട്ടറിഞ്ഞിട്ടും ഒക്കെ ഉള്ളതാണല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യില്ലേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.